മതി, ആ പാലങ്ങ് വാങ്ങി വെക്ക്. അവൾ സംബന്ധക്കാരന് വെച്ച് വിളമ്പുന്നു. ഗഡോൽഗജന്മാര് തിന്ന് മരിക്കട്ടെ. അമ്മ അറിഞ്ഞോ? കൂവശ്ശേരിയിലെ പാടം അച്ഛൻ നിൽക്കാൻ പോവാ അത്രേ. നിന്നോട് ആര് പറഞ്ഞു? കവലയിൽ ഇന്നലെ രാധയുടെ അച്ഛനോട് ആരോ പറഞ്ഞതാ. എന്റെ ഭഗവാനെ, ഈ മനുഷ്യൻ എല്ലാം വിറ്റു തുലയ്ക്കുന്ന തോന്നുന്നത്. നിന്റെയൊക്കെ തലയിലെഴുത്ത്. പല്ലവണ്ടിയും കൂടെ ഇറങ്ങി പോകുമ്പോ, അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോകുന്നത്? അനുഭവിച്ചോ? വരുന്നില്ലെങ്കിൽ വരണ്ട. എന്ത് പറഞ്ഞാൽ ഒടുവിൽ എനിക്കാ കുറ്റം. ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും എടുക്കണ. കഴിഞ്ഞ തവണ പരിയാരത്തെ നീലകണ്ഠൻ അടിച്ചില്ല എന്നായപ്പോ ഉടുമ്പ് മിന്നൽ വേഗത്തിൽ നെക്ക് ലോക്കിട്ടു. ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല മച്ചമ്പി. അവന്റെ നെക്കിലൊക്കെ ഒരു മുമ്പേ ഞാൻ സരോദ് പ്രയോഗിച്ചു. അതുകൊള്ളാം. സരോദിലെ ഉടുമ്പിന് അത്ര മിടുക്ക് പോരാ. പക്ഷേ സരോദ് വരുന്നു എന്നറിഞ്ഞാൽ അവൻ ഗലാൽ ജങ്ക് പുറത്തെടുക്കും. ഗലാൽ ജങ്കിന് മറുമരുന്നുണ്ട്. അന്ന് അബ്ദുള്ള കുട്ടി ഫയൽവാനെ ഞാൻ മലർത്തിയടിച്ചത് അങ്ങനെ. സവാരിക്ക് പൂട്ട്, സവാരിക്ക് പൂട്ട്. വാരിയല്ലേ മച്ചമ്പി? ഓ, അത് പയൽവാനല്ലേ? എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ? മുക്കില് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ കണ്ണു കണ്ടുകൂടെ? കണ്ടു. പക്ഷേ ഉടുമ്പിനെ മലർത്താൻ സാക്ഷാൽ ധാരാസിംഗ് വന്നാലും പറ്റില്ല. കുട്ടൻപിള്ളയാശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ട് തീറ്റ കൊടുത്ത് തറവാട് തുലയ്ക്കാൻ നോക്കണ്ട കേട്ടോ. ഓട്ടാശാനെ, ഉടുമ്പ് മലർന്ന് വീഴുമ്പോ ഇവന്റെയൊക്കെ നാവ് താനെ അടങ്ങില്ലേ? കുറച്ചു നാളായി ഞാൻ സഹിക്കുന്നു. എന്താടോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. രാസവളം രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ. ബുദ്ധിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ. അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്ക് കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? രാവിലെ കൈ നോക്കി അഭിപ്രായം വിളിച്ചു പോകാൻ വന്നിരിക്കോ. ഒന്ന് പോയടാ. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ പോടാ. എവിടെ വണക്കന്തമ്പ്ര? നീയേ ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി ഇത് പോസ്റ്റ് ചെയ്തിട്ട് വാ. എന്നിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാ. ചോറോ കഴിഞ്ഞെന്തെങ്കിലും കാണും. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ? നേരെ വെളുക്കുമ്പോ ഒന്ന് കുത്തിയിരുന്നോളും ശൗനം മുടക്കികള്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. അവരുമായിട്ട് ഉടക്കണ്ട കേട്ടോ വലിപ്പോസേ. ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലൻ പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോവുക ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല അത്രേ. സുഹൃത്തുക്കളെ, അത് മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേർ സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായു മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിനല്ല ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ മൂക്കി കയറ്റിക്കളെ ഇല്ലേ? നീ ബൈഹാർട്ട് പഠിക്കണോ? നമ്മുടെ മമ്മൂട്ടി ചേട്ടന് 2 കുട്ടികളാണത്രേ, ഒരാണും ഒരു പെണ്ണും. ഈ കണക്കിന് പോയാ നീ മദ്രാസിലേക്ക് മറ്റോ ഒളിച്ചോടുമല്ലോ. എന്തിന്? സിനിമയിൽ അഭിനയിക്കാൻ. സിനിമ ഇഷ്ടാന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ? പിന്നെ സ്വപ്നയിൽ കാണാമറയത്ത് കളിക്കുന്നുണ്ടത്രേ. മമ്മൂട്ടി ചേട്ടൻ കളിക്കിട്ടുണ്ട് അതില്. അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ? അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകും? കൂടെ ഇവിടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാനെന്നും പറഞ്ഞൊരു മുങ്ങി. ഇതിനിപ്പം നിനക്ക് സുഖമില്ല, ഡോക്ടറെ കാണണം, ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്ത് ഒന്ന് പറയൂ. അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് സൂഹിക്കണ്ട. എടി, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. എന്റെ പൊന്നുമോളല്ലേ, പ്ലീസ്. ശരി, പക്ഷെ വെറുതെ പറ്റത്തില്ല. 10 കൂടെ വെള്ളം നീ കോരണം. നീ വരുമെന്ന് പറഞ്ഞാ 10 അല്ല 100 കൂടെ വെള്ളം ഞാൻ കോരിത്തരാം. പാടരമണ, നീ അകത്തോട്ടിരിക്കേ. എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനെയുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ കുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും. നാട്ടുകാർ മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത കായും തിന്ന. സഹദേവേട്ട് അവിടെ എന്തുവാ സപ്ലൈ എന്നറിയാമോ? ചറോട്ടയും പോപ്സും. അല്ല, പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചോ കോഴി ഇറച്ചോ ഒക്കെ കിട്ടുമോ? പിന്നെന്താ ചെയ്യാ? പിന്നെ ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, വമ്പിച്ച ഗാഥാ ഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടൻ പിള്ളയുടെ അരിമ ശിഷ്യൻ ഫയൽവാൻ പീലിപ്പോസ് നേരിടുന്നു. ഉടുമ്പിനെ തറപറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ലപോലെ കൊത്തി കളയണം. അടിയിലത്തെ മണ്ണ് മോളി വരണം. നേതാവേ, മൈക്ക് ഒന്ന് കാറ്റുന്നാ. നമസ്കാരം. ആശാനെ, ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുസ്തി? അല്ലെ, മണ്ണ് വെല്ലതാണോ? പിടിക്കുമ്പോ ഇളകിക്കോളും. അല്ല, ഇത്തവണ ഉടുമ്പ് തറ പറ്റുമോ? പിന്നെ അതോ ആശാൻ തറ പറ്റുമോ?
ആരാ തറ പറ്റുന്നത് നാളെ പിടിക്കുമ്പോ കാണാമല്ലോ. ഇല്ല, കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്, പിടിക്കുമ്പം കാണാമല്ലോ, പിടിക്കുമ്പം കാണാമല്ലോ. എനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ഒരു രൂപ പറ്റില്ല. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം മാസം അനാവശ്യമായി ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവനയായിട്ട് എന്നെ ഏൽപ്പിച്ചൂടാന്ന് ചോദിച്ചതാണോ? ഞാന് ഓ കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടി നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. നിന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണല്ലോടാ, അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഉടുമ്പിനെ തറ പറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. ജയ് ഹനുമാൻ. എന്ത് ചെയ്യാനാ, തലക്ക് സുഖമില്ലാതായിപ്പോ. ഒന്ന് പറ, ഒന്ന് പറ. ഒന്ന് വേഗം കൊണ്ടുപോയി ചേട്ടാ. ഇപ്പൊ തരാം, എത്ര നേരമായി? ഇപ്പൊ തരാം, ഇപ്പൊ തരാം. നല്ല ഒന്നാന്തരം മട്ടൻ ചാപ്സ്, ഇന്നത്തെ ഗുസ്തി സ്പെഷ്യൽ. ഇവർ ചുപ്പാണല്ലോ. എന്താണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? എന്താണ് മനുഷ്യർ ഗുരുവായൂരപ്പ ചാച്ചോ.